Shalom and blessings, everyone. Welcome all to another episode of Voice of Aleph. നമ്മൾ ഇന്ന് മുതൽ ഹിബ്രുവിലെ എല്ലാ ലെക്റ്റേഴ്സും പഠിക്കാൻ പോവുകയാണ്. ഹിബ്രുവിൽ മുഴുവനായിട്ട് 22 ലെക്റ്റേഴ്സാണുള്ളത്. അതായത് 22 ക്യാരക്ടേഴ്സ് എന്ന് പറയും. ആദ്യത്തെ അക്ഷരം അലിഫ്. ഹിബ്രു എഴുതുന്നതും വായിക്കുന്നതും റൈറ്റ് ടു ലെഫ്റ്റ് സൈഡാണ്. അതായത് വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക്. നമ്മൾ ഫോട്ടോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ആലിഫ്. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യത്തെ അക്ഷരമാണ് ആലിഫ്. റെഡ് കളറിൽ വരച്ചിരിക്കുന്ന കാളയുടെ തല പോലത്തെ, അതായത് കാളയുടെ തല തന്നെയാണ്. അതാണ് ആദ്യകാലത്ത് പടമായിട്ട് പിക്ചറായിട്ട് വരച്ചിരുന്നത്. ആദ്യകാലത്ത് മനുഷ്യർ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചാണ് എഴുതി അവർ മനസ്സിലാക്കിയിരുന്നത്. പിന്നീടാണ് ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഫോംസ് വന്നിരുന്നത്. ഈ അക്ഷരം ഉച്ചരിക്കുന്നത് ALEF, ആലിഫ് എന്നാണ്. ഇവയുടെ അർത്ഥം ഓക്സ്, സ്ട്രെങ്ത്, ലീഡർ എന്നൊക്കെയാണ്. ആദ്യത്തെ അക്ഷരമായ ആലിഫ് എന്ന ലെറ്റർ വഴി തന്നെ ദൈവം വെളിപ്പെടുത്തി. അത് അക്ഷരത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അധികാരമുള്ള, ശക്തനായി വഴി നടത്താൻ കഴിയുന്ന എന്ന് തന്നെ ജനങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആലിഫ് എന്ന ലെറ്ററിനെ കാളയുടെ തലയായിട്ടാണ് ആദ്യകാലങ്ങളിൽ പിക്ടോഗ്രാഫായിട്ട് പാറകളിൽ എഴുതിയിരുന്നത്. ചിത്രത്തിൽ കാണുന്നത് ആലിഫ് എന്ന അക്ഷരത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ആലിഫ് അക്ഷരം പുരാതന കാലത്ത് പല ഘട്ടങ്ങളിലൂടെ രൂപം മാറിയിട്ടുണ്ട്. ഏർലി ഹീബ്രു ഒരു കാളയുടെ തല പോലുള്ള ആകൃതിയിൽ, മിഡിൽ ഹീബ്രു ഒരു ക്രോസിനെ പോലുള്ള രൂപം, ലേറ്റ് ഹീബ്രു ആധുനിക രൂപത്തിലേക്ക് അടുക്കുന്നതിന് മുൻപുള്ളത്, മോഡേൺ ഹീബ്രു അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന അക്ഷരരൂപം. ഇതിൽ മിഡിൽ ഹീബ്രുവിലെ പിക്ടോഗ്രാഫ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് A ആയിട്ട് സാമ്യമുണ്ട്. ഹീബ്രു അക്ഷരമായ ആലിഫ് ഇംഗ്ലീഷ് അക്ഷരമായ A എന്നതിൻ്റെ ഉരുവായ ഒരു മനോഹരമായ ചരിത്രവുമുണ്ട്. കാള പുരാതന കാലത്ത് ശക്തിയും നേതൃത്വവും അധികാരവും പ്രതിനിധീകരിച്ചു. ഇവയെല്ലാം ദൈവത്തെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ആലിഫ് അക്ഷരം ദൈവിക അധികാരത്തിൻ്റെ പ്രതീകമായിട്ട് കാണപ്പെടുന്നു. ആലിഫ് ഹീബ്രു അക്കമാലയിലെ 1-ാം നമ്പറാണ്. ആലിഫിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു ദിനം നിശബ്ദത ആയി മാറാറുണ്ട്, പ്രത്യേകിച്ച് മറ്റ് സ്വരങ്ങളുമായിട്ട് ചേരുമ്പോൾ. ഈ അക്ഷരത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഓരോ അക്ഷരങ്ങളും പരിചയപ്പെടുത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ശലോം.